വിഷുടെ ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വിഷുവിന്റെ ഷൂട്ട് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. വിനീത ചേച്ചിയുടെ ഇല എന്ന് പറഞ്ഞിട്ടുള്ള ബുട്ടീക്കിൽ നിന്ന് ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് സാരി ആയിരുന്നു ശ്രുതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈക്കത്ത് പോയി. ശ്രുതി ഇവിടെ വൈക്കത്താന്ന് അറിയാലോ, അവിടുത്തെ കസിന്റെ വീട്ടിൽ പോയപ്പോൾ കഴിച്ച ഫുഡാണിത്. എന്റെ പൊന്നെ കിടിലം ഫുഡായിരുന്നു. ഭയങ്കര അടിപൊളി മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിച്ചു. വൈക്കത്ത് ഉദയനാപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ശ്രുതിയുടെ വീട്. ശ്രുതിയുടെ വീട്ടിലും നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ബിക്കോസ് നാട്ടിൻ പുറത്തിന്റെ ആ ഒരു മണവും മമതയും ഇത്തിരി കുന്നപ്പൂവൊക്കെ നന്നായിട്ടുണ്ട്. ശ്രുതിയുടെ അച്ഛനെയും അമ്മൂമ്മനെ കണ്ടതിന് ശേഷം ആന്റിയുടെ ഒക്കെ വീട്ടിലേക്ക് പോവാ ചെയ്തത് കേട്ടോ. അപ്പൊ പോണ വഴിക്ക് അച്ഛൻ ചാമ്പയ്ക്ക് കാണിച്ചു തരാണ്. ചാമ്പയ്ക്ക് പറമ്പിൽ ഉണ്ടായിട്ടുണ്ട്, കൊണ്ടുപോവാ മക്കളെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മൾ പഴുത്തിട്ട് കൊണ്ടുപോവാം, അടുത്ത വരവിൽ കൊണ്ടുപോകാന്ന് വെച്ചു. അച്ഛൻ ഒരുപാട് കൃഷിയും ഫാമും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആന്റിയുടെ ഒക്കെ വീട്ടിൽ പോയി. അവളുടെ കസിൻ ബൈരേന്റെ ഒക്കെ വീട്ടിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സുനിതമ്മയുടെ വീട്ടിൽ പോയിരുന്നു. ശ്രുതിയുടെ അമ്മായിയാണ് സുനിതമ്മായി. സുനിതമ്മായിയാണ് ഈ കാണുന്നത്. സുനിതമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അനന്തു ചേട്ടനാണ് സുനിതമ്മയുടെ മോന്, പിന്നെ മാമയും കൂടെ ഉണ്ട്.